ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ മിനിമം ഡെപ്പോസിറ്റ് റിക്വയർഡ് വൈൽ ഓപ്പണിംഗ് എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് BSBDA? ഒരു BSBDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് അവിടെ കൊടുക്കേണ്ട മിനിമം ഡെപ്പോസിറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലേ, ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. അപ്പോൾ എന്താണ് ആൻസർ? നോ മിനിമം ഡെപ്പോസിറ്റ് ഇസ് റിക്വയർഡ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്നുള്ളത്, BSBDA. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. മെയിനായിട്ടും ഇതിലെന്താണ് നോ മിനിമം ബാലൻസ് എന്നുള്ളതാണ്. നമ്മളത് കഴിഞ്ഞ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു. ഒരു എന്താണ് ഇനിഷ്യൽ ബാലൻസ് നമ്മൾ ഇടേണ്ട ആവശ്യമില്ല, മിനിമം ബാലൻസ് റിക്വയർമെൻറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിനായിട്ട് നമുക്കൊരു പറയേണ്ട ഒരു കാര്യം, ഇത് സിംപ്ലിഫൈഡ് KYCയിൽ നമുക്ക് തുടങ്ങാം എന്നുള്ളതാണ്. ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ മിനിമം ബാലൻസ് ഇടണം, അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ KYC കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. പക്ഷേ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്താണ് സിംപ്ലിഫൈഡ് KYCയിൽ, അതായത് ജസ്റ്റ് ഒരു ഫോട്ടോയും നമ്മുടെ ആധാർ കാർഡും വെച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്ന അക്കൗണ്ടാണ്. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 12 മാസം വരെ നമുക്കത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാം. അതിന് ശേഷവും അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫുൾ KYC കംപ്ലീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. പക്ഷേ മിനിമം KYCയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഫെസിലിറ്റിയാണ് എന്താ BSBDA എന്ന് പറയുന്നത്. അത് ഒട്ടുമിക്ക ഇന്ത്യൻ ബാങ്കുകളും ഇപ്പോൾ BSBDA സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയും. പണ്ട് നോ ഫ്രിൽസ് അക്കൗണ്ട് എന്നറിയപ്പെട്ടിരുന്നു. അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ച്വലി ഇതിലുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു അക്കൗണ്ടിനെ പോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മിനിമം ബാലൻസിന് ചാർജസ് ഈടാക്കുന്നില്ല. അങ്ങനെ ബാങ്ക് ചാർജസ് വലിയ രീതിയിൽ ഇതിൽ നിന്നും ഈടാക്കുന്നില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ കുറച്ച് ലിമിറ്റുകളുണ്ട്. സാധാരണ അക്കൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതിനെല്ലാം കുറച്ച് ലിമിറ്റുകളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കി സാധാരണ അക്കൗണ്ടുകളെ പോലെ തന്നെ ഇതിലും പ്രവർത്തിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് BSBDA ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയോളാം. With a view to making the basic banking facilities available in a more uniform manner across the banking system, RBI has modified the guidelines on opening the basic banking no-frills accounts. ഓക്കെ, അപ്പോൾ ആദ്യം RBI ഈ ഒരു എന്താണ് ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാവരിലേക്കും എത്തണം. ഓക്കെ, ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ്, ഒരു ബാങ്ക് അക്കൗണ്ട് എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ആദ്യം കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് എന്ത്? നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന് പറയുന്നതാണ് ആദ്യം കൊണ്ടുവരുന്നത്. പിന്നെ അതിനെ എന്താണ് 2012 ഓഗസ്റ്റ് സമയമാണ് എന്തായിട്ട് മാറ്റുന്നത്? BSBDA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് 2012 ഓഗസ്റ്റ് മാസത്തിലാണ് അതിനെ എന്തായിട്ട് മാറ്റുന്നത്? ഈ ഒരു നോ ഫ്രിൽസ് അക്കൗണ്ട് എന്ന പേരിൽ നിന്നും അതിനെ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന പേരിലേക്ക് BSBDA എന്ന് പറയുന്ന ഒരു രൂപമാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് 2012 കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. ഇനി സച്ച് അക്കൗണ്ട്സ് ആർ നോൺ ആസ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിച്ച് ഓഫേഴ്സ് എ മിനിമം കോമൺ ഫെസിലിറ്റീസ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടുകൾ വഴി കിട്ടുന്ന എല്ലാ കോമൺ ഫെസിലിറ്റീസും നമ്മുടെ ഈ ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് വഴിയും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഇത് മെയിനായിട്ട് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പാക്കാൻ വേണ്ടിയാണ്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത്. മനസ്സിലാക്കുക. കാര്യം എന്താണ്? അൺറിസർവ്ഡ് ആയിട്ടുള്ള എല്ലാ സെക്ടേഴ്സിനെയും എന്ത് ചെയ്യുക? ബാങ്കിങ് ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓക്കെ, ഇനി നോക്കിയോളൂ. ദീസ് അക്കൗണ്ട്സ് ആർ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ലോ ഇൻകം അതുപോലെ തന്നെ അണ്ടർസർവ്ഡ് പോപ്പുലേഷൻസ് ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ബാങ്കിങ് ഫെസിലിറ്റിയാണ് BSBDA എന്ന് പറയുന്നത്. ഇനി നോക്കിയോളുക. The account should be considered as a normal banking service available to all. മെയിനായിട്ടും ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ കേസിൽ നോർമൽ ബാങ്ക് അക്കൗണ്ട് സർവീസ് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ അക്കൗണ്ടും കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നൊരു ഓപ്ഷനാണ് എന്താണ്? ഇതിന് മിനിമം ബാലൻസിൻ്റെ ഒരു രീതിയിലുള്ള റിക്വയർമെൻറ്റും ഇല്ല. നോ മിനിമം ബാലൻസ്. അതുകൊണ്ട് തന്നെ ഇത് മിനിമം ബാലൻസ് അക്കൗണ്ട് എന്ന് നമ്മളിതിനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് മിനിമം ബാലൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റും വരുന്നില്ല എന്നുള്ളത് മനസ്സിലായിക്കൊള്ളുക. ഓക്കെ, ഇനി എന്താണ്? ഫെസിലിറ്റേറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് ക്യാഷ് അറ്റ് എ ബാങ്ക് ബ്രാഞ്ച് ആസ് വെൽ ആസ് ATM. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമുക്ക് ബ്രാഞ്ചിൽ ചെന്ന് ചെയ്യാം. അതുപോലെ തന്നെ ATMs വഴി നമ്മൾ നോർമലി നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വിഡ്രോ ചെയ്യുന്ന പോലെ നമുക്കൊരു ATM കാർഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. നോർമലി നമ്മളൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയല്ല നമുക്കിതിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി റെസീപ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഓഫ് മണി
ത്രൂ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ചാനൽസ് ഓർ ബൈ മീൻസ് ഓഫ് ചെക്സ് ഓർ കളക്ഷൻ ഓഫ് ചെക്സ്. ഓക്കെ, ഈ ഒരു അക്കൗണ്ടിലേക്ക് നമുക്ക് പണം ഇടാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ചാനൽസ് വഴി നമുക്ക് ചെയ്യാം. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ചെക്സ് കളക്ഷൻ വഴിയും ഇതിലെന്താണ് പേയ്മെൻറ്റ് നമുക്ക് ഇടാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കോളുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, the account holders are permitted a maximum of 4 withdrawals in a month including ATM withdrawals. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലുള്ള ഫസ്റ്റ് ലിമിറ്റേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കേസാണ് എന്ത്? ഈ ഒരു അക്കൗണ്ടിൽ നിന്നും നമുക്ക് പണം പിൻവലിക്കണമെങ്കിൽ അത് ഒരു മാസത്തിൽ 4 വരെ സാധിക്കത്തുള്ളൂ. അത് ഏറ്റവും മനസ്സിലാക്കേണ്ടത് അതിൽ ATM വിഡ്രോവൽസും കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ UPI കൺസിഡർ ചെയ്യുന്നില്ല കേട്ടോ. UPI എന്ന് പറഞ്ഞാൽ വേറെയാണ്. നമുക്കിപ്പോൾ ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ ഡെയിലി എന്താണ് ചായ കുടിക്കാൻ നേരത്തെ നമ്മൾ UPI വഴി എന്താണ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അപ്പോൾ 30 ദിവസം നമ്മൾ എന്താണ് ചായ കുടിക്കുമെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ 30 ദിവസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുമ്പോൾ അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് ബാധകമല്ല. ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ആ ഒരു അക്കൗണ്ടിൽ നിന്നും ATM വഴി പണം പിൻവലിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ബാങ്കിൽ ചെന്ന് അതിൽ നിന്നും പണം പിൻവലിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം 4 വരെ അത് എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു സെൻസിൽ മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ സെൻസിൽ എന്താണ് നമ്മൾ UPI വഴി ഉപയോഗിക്കുന്നതൊന്നും ഇതിൽ കണക്ക് കൂട്ടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ് ഫെസിലിറ്റി ഓഫ് ATM കാർഡ് അല്ലെങ്കിൽ ATM കം ഡെബിറ്റ് കാർഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. ഈ ഒരു അക്കൗണ്ടിന് മേളിൽ എന്തായിരിക്കും? ATM കാർഡുകൾ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മുടെ സാധാരണയുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ കൊടുക്കുന്ന ഫെസിലിറ്റി തന്നെയാണ് എന്ത് ATM ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ആ ATM കാർഡ്സ് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു അക്കൗണ്ടിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി എന്താണ് ഈ ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി എന്താണ് നോ ചാർജ് വുഡ് ബി ലെവീഡ് ഫോർ നോൺ ഓപ്പറേഷൻ ഓർ ആക്ടിവേഷൻ ഓർ ഇനോപ്പറേറ്റീവ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് ഇനോപ്പറേറ്റീവായിട്ട് കിടക്കുന്ന ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ ഇനോപ്പറേറ്റീവായിട്ട് കിടത്തുന്നതിന് വേണ്ടിയുള്ള ഫൈനായിട്ട് ഒരു ചാർജും തന്നെയും എന്ത് ചെയ്യുന്നില്ല? ഈടാക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. നോ ചാർജസ് ആർ ലെവീഡ് ഫോർ ഇനോപ്പറേറ്റീവ് ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, അത് ഓപ്പറേറ്റ് ചെയ്ത് കിടന്നാലും വിഷയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണെങ്കിൽ അവിടെ എന്താണ് നമുക്കൊരു ചെറിയൊരു ചാർജ് വരുന്നുണ്ട്, ഫൈൻ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോളാം. ഇനി എന്താണ് the holders of basic savings bank deposit account are not eligible for opening any other savings bank accounts. ശ്രദ്ധിച്ചോളൂ, the holders of basic savings bank accounts are not eligible for opening any other bank accounts. ഓക്കെ, ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്കിപ്പോൾ HDFC ബാങ്കിൽ നമ്മൾ ആദ്യം ചെന്ന് ഓപ്പൺ ചെയ്തത് ഒരു ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. BSBDA അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ HDFCയിൽ ഇനി മറ്റൊരു സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, കാര്യം എന്താണ്? BSBDA എന്ന് പറയുന്ന അക്കൗണ്ട് നമ്മളവിടെ ഓപ്പൺ ചെയ്തതുകൊണ്ട് നമുക്കവിടെ സേവിങ്സ് ഇനി BSBDA നിലനിർത്തിക്കൊണ്ടൊരിക്കലും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി എന്താണ് പറയുന്നത് നോക്കിയോളുക. ആൻഡ് എക്സിസ്റ്റിംഗ് സച്ച് അക്കൗണ്ട്സ് ഷുഡ് ബി ക്ലോസ്ഡ് ഡൗൺ വിത്തിൻ എ പീരീഡ് ഓഫ് 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ഓഫ് ദി ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ്. ഇനി നമുക്കിപ്പോൾ HDFCയിൽ തന്നെ നമുക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, നമ്മൾ അവിടെ ചെന്ന് BSBDA ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെ ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ BSBDA ഓപ്പൺ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കും. കാര്യം BSBDA അക്കൗണ്ടും അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും നമുക്ക് ഒരു ബാങ്കിൽ നിലനിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. HDFCയിൽ ഇപ്പോൾ നമുക്ക് HDFCയിൽ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൽ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ SBIയിൽ നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരേ ബാങ്കിൽ തന്നെ നമുക്ക് എന്താണ് BSBDയും അതുപോലെ തന്നെ നോർമൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? ഓപ്പൺ ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇനി അഥവാ നമ്മൾ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ പിന്നെ തുറക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമ്മുടെ ആ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു ക്ലോസ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്, BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് പരീക്ഷയ്ക്ക് നല്ല ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ടോപ്പിക്കാണ് BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം പറഞ്ഞൊരു കേസ് തന്നെയാണ്. BSBDA അക്കൗണ്ട് നമ്മൾ സിംപ്ലിഫൈഡ് KYCയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയും. വളരെ സിമ്പിളാണ്. സിംപ്ലിഫൈഡ് KYCയിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അത്
സിംപ്ലിഫൈഡ് അല്ലെങ്കിൽ സ്മോൾ അക്കൗണ്ട് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയും. വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ നമുക്കിപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓൺലൈൻ വഴി മിനിമം ബാലൻസ് അക്കൗണ്ട് ഓൺലൈൻ വഴി നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു ഫോട്ടോയും മാത്രം മതിയാവും നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. അത് നമുക്ക് 1 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, അത് പ്രവർത്തിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ഇതിനെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, സ്മോൾ അക്കൗണ്ട്, BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈഡ് KYC നോംസ് വഴി ഓപ്പൺ ചെയ്യുന്ന BSBDA അക്കൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, BSBDA സ്മോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ കുറച്ച് ഫീച്ചേഴ്സ് കൃത്യമായിട്ട് നോക്കിക്കൊള്ളുക. ദ ടോട്ടൽ ക്രെഡിറ്റ്സ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ മസ്റ്റ് നോട്ട് എക്സീഡ് 1 lakh rupees. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു അക്കൗണ്ടിലുള്ള ഒരു വർഷത്തിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ ആ ഒരു അക്കൗണ്ടിലുള്ള ടോട്ടൽ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിൽ പോവാൻ പാടുള്ളതല്ല. ഏത്, BSBDA സ്മോൾ അക്കൗണ്ടിൻ്റെ കേസിലാണ്. ഓക്കെ, ഇനി മാക്സിമം ബാലൻസിൻ്റെ കേസിൽ ഓക്കെ അറ്റ് എ ടൈം എനി പോയിന്റ് ഓഫ് ടൈം ഏത് സമയത്ത് നോക്കിയാലും ആ ഒരു അക്കൗണ്ടിൽ 50,000-ന് മുകളിൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിൽ ആ ഒരു അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്ത് നോക്കിയാലും അവിടെ എന്തൊക്കെ പാടുള്ളൂ, 50,000 വരെയുള്ള ബാലൻസേ പാടുള്ളൂ, അതിന് മുകളിലോട്ട് പോകാൻ പാടില്ല. ഏത്, BSBDA സ്മോൾ അക്കൗണ്ടിൻ്റെ കേസ്. ഇനി വിഡ്രോവലും ട്രാൻസ്ഫർ ഓഫ് മണിയുടെ കേസിലും ആണെങ്കിൽ പോലും അവിടെ എന്താണ്, the total debits by cash withdrawals and transfers cannot exceed 10,000 in a month. അപ്പോൾ ഒരു മാസം 10,000-ൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മണി ട്രാൻസ്ഫർ ചെയ്യാനോ മണി വിഡ്രോ ചെയ്യാനോ സാധിക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയോളാം. ഇനി വിഡ്രോവൽ ഫ്രീക്വൻസിയുടെ കേസ് നമ്മുടെ BSBDA അക്കൗണ്ട് പോലെ തന്നെയാണ്. മാക്സിമം എത്രയാണ്, 4 വിഡ്രോവൽസ് തന്നെയാണ് ഇവിടെയും അലൗ ചെയ്തിട്ടുള്ളത്. ഇനി BSBDA സ്മോൾ അക്കൗണ്ടിൻ്റെ കേസ് വരുമ്പോൾ അവിടുത്തെ വാലിഡിറ്റി എന്ന് പറയുന്നത് 12 മാസത്തേക്കാണ്. നമുക്ക് ആ ഒരു ബേസിക് നോർമൽ KYC സിംപ്ലിഫൈഡ് KYC പ്രകാരം അത് 12 മാസത്തേക്ക് ഉപയോഗിക്കാം. ഓക്കെ, എന്നാൽ അത് വീണ്ടും ഒരു 12 മാസത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മൊത്തം 24 മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബേസിക് BSBDA സ്മോൾ അക്കൗണ്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള KYC പ്രൊസീജിയറിലൂടെ കടന്നുപോയി നമ്മൾ ഇതിനെ റെഗുലർ BSBDA അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് BSBDA സ്മോൾ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ടോപ്പിക്കാണ് കേട്ടോ, BSBDA സ്മോൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചോളുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും.